ചെട്ടികുളങ്ങര ഭഗവതിയുടെ ഒന്നാം കരയായ ഇരഴത്തേക്ക് കുതിരച്ചൂട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. കരയുടെ ഭാരവാഹിയായ ശ്രീ ഹരികൃഷ്ണ ചേട്ടൻ കുതിരയുടെ നിർമ്മാണത്തിനെ പറ്റിയും കെട്ടുകാഴ്ച നിർമ്മാണത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയും പങ്കുവയ്ക്കുന്നതാണ്. ചെട്ടികുളങ്ങര കുംഭപ്പരണി 2026 തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതേപോലെ തന്നെ 13 കരയുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവിലാസ ഹിന്ദുമഹാസമിതിയും സംയുക്തമായി പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കരകളിലും അതിൻ്റെ കെട്ടുകാഴ്ച നിർമ്മാണങ്ങൾ ശിവരാത്രി നാളിൽ രാവിലെ തന്നെ കെട്ടുകാഴ്ചകളുടെ ഉരുപ്പടികൾ പുറത്തെടുക്കുകയും അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അശ്വതി നാളിൽ ഇന്ന് ഇതിൻ്റെ കെട്ടുകാഴ്ചകളെല്ലാം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ചെട്ടികുളങ്ങര ദേവിയുടെ പ്രഥമ കരയായ ഒന്നാമത്തെ കരയായ ഇരഴത്തേക്ക് കരയുടെ കെട്ടുകാഴ്ചകൾ അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെട്ടികുളങ്ങര അമ്മയുടെ മുടി കുടികൊള്ളിക്കൊണ്ടിരിക്കുന്ന കരയാണ്. കെട്ടുകാഴ്ചയിൽ കുടികൊള്ളിക്കൊണ്ടിരിക്കുന്നത് ഇരഴത്തേക്ക് കരയിലാണ്. അത് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ഉത്സവങ്ങൾ നടക്കുമ്പോൾ എല്ലാം തന്നെയും ഈ മുടി പാട്ടാമ്പലത്തിൽ വെച്ച് പാരമ്പര്യ അവകാശപ്പെട്ട തിരുവനന്തപുരം ഭാഗത്തുള്ള ആശാന്മാരുടെ നേതൃത്വത്തിൽ തോറ്റംപാട്ട് നടത്തിക്കൊണ്ട് ഈ 13 ദിവസത്തെ ഉത്സവം നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. അതുകൊണ്ട് അമ്മയുടെ മുടി ഒരു കുതിരയിൽ സ്ഥാപിച്ചുകൊണ്ട് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അത് ഒന്നാമത്തെ കരയായ ഇരഴത്തേക്ക് കരയുടെ കെട്ടുകാഴ്ചയിലാണ് ഈ മുടി സ്ഥാപിച്ചിരിക്കുന്നത്.